ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാലിഫ്ലവർ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. അതിന് 2 മുട്ടയും പിന്നെ പച്ചമുളകും ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു. ഹലോ, നമുക്കൊരു കാലിഫ്ലവർ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ? ആദ്യം കാലിഫ്ലവർ ചെറുതായിട്ട് മുറിച്ചിട്ട് 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഞാൻ ഇതിലെ ഉപ്പും ചേർത്ത്, ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കണം. അധികം വെള്ളം ഒഴിക്കാറ്, വെള്ളം ഒഴിച്ചാൽ അടിഞ്ഞു പോകും. ഒരു 3/4 വേവാൻ പാടുള്ളൂ, നല്ലോണം വേവാൻ പാടില്ല. എന്നതിന് ശേഷം ഞാൻ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മണ്ണിൻ്റെ പാത്രമാണ്. അതിലേക്ക് കടുകിട്ടതിന് ശേഷം, കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ചിരവിയത് ഇട്ടിട്ടുണ്ട്. പക്ഷേ തേങ്ങ ചിരവിയത് ഞാൻ ഇതിൽ കുറച്ച് കഴിഞ്ഞാണ് ഇട്ടത്. പക്ഷേ ഞാൻ സാധാരണ ഒന്നിച്ചാണ് ഇടാറ്. ഒന്നിച്ചുകൂടാ, ഒരു ഉള്ളി ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടാം. അത് എങ്ങനെ വേണമെങ്കിൽ ഇടാം, ഇത് ഒന്നിച്ചുകൂടാ, ഒരു കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഇതൊന്ന് ഫ്രൈ ആവണം. കൂടുതൽ ബ്രൗൺ ആവാൻ പാടില്ല, ഒരു ഹാഫ് ബ്രൗണേ ആവാൻ പാടുള്ളൂ. ഹാഫ് മാത്രമേ ആവാൻ പാടുള്ളൂ. അധികം ബ്രൗണായി ഇതിൻ്റെ ടേസ്റ്റ് പോവും. പിന്നെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അത് ആദ്യം ഞാൻ കാലിഫ്ലവർ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കി ഇട്ടാൽ മതി. ഇതിൽ ഞാൻ 2 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ 3 ഇടാൻ പറ്റും. ഇനി മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ഒഴിവാക്കാം. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. അപ്പോൾ മുട്ട നല്ലോണം ഫ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാലിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് അധികം വേവാത്തത് കൊണ്ട് ഇത് അടിഞ്ഞു പോവില്ല, ഇത് വിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം വേവാൻ പാടില്ല. കാലിഫ്ലവർ 3/4 വേവാൻ പാടുള്ളൂ. എന്നതിന് ശേഷം ഇത് സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ വിട്ട് നിൽക്കും. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കിയാൽ. ഇത് ഹെൽത്തിനും നല്ലതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഇത് മുട്ട ഇട്ടത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. മുട്ട ഓപ്ഷണലാണ്, മുട്ട ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് നല്ല വിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇത് കാണാനും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.